ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിः സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭा ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. ഹരി ഓം. സനാതന സുധ വിചാര വിജ്ഞാന സദസ്സ് തിരുവനന്തപുരത്ത് ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധാനന്ദ കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. അന്ന് പങ്കെടുത്ത് സംസാരിക്കാൻ സന്ദർഭം ലഭിച്ചിരുന്നു. പുസ്തകം നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂചിതമായതുപോലെ സനാതനധർമ്മ പാഠങ്ങൾ വളരെ ലളിതമായി പ്രതിപാദിച്ചതുകൊണ്ട് സാമാന്യ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ പ്രചാരണം ചർച്ചാ ക്ലാസ്സുകളിലൂടെ നിർവഹിതമാകട്ടെ എന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. അത് ഈ വിഷയത്തിലൊക്കെ വളരെ ഉത്സാഹം പുലർത്താറുള്ള കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ തന്നെ നിർദ്ദേശിച്ചതാണ്. അപ്രകാരം ഇത് 8ാമത്തെ സഭയാണ് എന്ന് മനസ്സിലാക്കുന്നു. ജൂൺ മാസം 8-ാം തീയതി ആ സഭ ഇവിടെ സംബോധാരണ്യത്തിൽ സംഭവിക്കുന്നത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. തിരുവനന്തപുരത്ത് ആശ്രമ പരിസരം കണ്ട് ആരാധ്യനായ ഗ്രന്ഥരചയിതാവ് പറ്റിയൊരു ആംബിയൻസാണ് എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനേക്കാൾ നല്ല ആംബിയൻസ് അവിടെ വെച്ചാവട്ടെ അടുത്ത പരിപാടി. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചത് സഹർഷം അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ പരിപാടി ഇന്ന് ഇവിടെ അരങ്ങേറുന്നത്. എല്ലാ ശുഭാശംസകളോടെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഗുരുപരമ്പര പാദസ്മരണയോടെ തുടക്കത്തിലെ പ്രഖ്യാപിക്കട്ടെ.
ഉദ്ഘാടനത്തോടനുബന്ധമായി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഒരു ഭാഷണം നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഭാഷണത്തിന് വിഷയം നിശ്ചയിക്കപ്പെട്ടത് അർജുന വിഷാദ യോഗം എന്നതാണ്. അർജുന വിഷാദ യോഗം എന്ന പരാമർശം മഹാഭാരത അന്തർഹിതമായ ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൻ്റെ തലവാചകമായിട്ടാണ്. ഈ പ്രയോഗത്തിൻ്റെ സാധുതയെ സംബന്ധിച്ച് വിമർശനമുണ്ട്. വിമർശനമെന്ന് കേൾക്കുമ്പോഴേക്കും അത് വിരോധ രൂപത്തിലുള്ള ഒരു ആക്രമണമാണ് എന്ന പദാർത്ഥത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. പദാർത്ഥ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ ഇവിടെ സ്വാമി മുതിരുന്നില്ല. കാരണം ആ കാര്യങ്ങളിലൊക്കെ അഗ്രഗണ്യരായിട്ടുള്ളവർ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. വിമർശനത്തിന് ചോദ്യം ചെയ്യുക എന്നൊരർത്ഥം ഇല്ലാതില്ല. പക്ഷെ അതിനപ്പുറത്ത് വിശകലനാത്മകമായ സമീപനം എന്നുള്ള സാധ്യതയുമുണ്ട്. ഭഗവത്ഗീത ഒരു ലോകോത്തര ദാർശനിക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് വിഷാദ പരാമർശത്തോടെ ആയത് ഉചിതമോ എന്നൊരു വിമർശനം. വിഷാദം എന്ന പ്രയോഗം ആരോഗ്യകരമായ ഒരു വികാരത്തെ അല്ല വാസ്തവത്തിൽ ധ്വനിപ്പിക്കുന്നത്. അപ്പം ആ പദത്തോട് യോഗ ശബ്ദത്തെ യോജിപ്പിച്ചത് ഉചിതമായിട്ടില്ലല്ലോ. അങ്ങനെയും വിമർശനം. ഇത്തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഹ്വാനം പ്രത്യേകം ആഘോഷിക്കാറുണ്ട്. ഭഗവാന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം, ഹേ അർജുന, ഒക്കെ കേട്ടൂലോ വൃത്തിയായിട്ട്. ഇനി വേണ്ടത് വിമൃശ്യൈതദശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. ഇതിനെ വേണ്ട പ്രകാരം വിശകലനം ചെയ്തറിഞ്ഞ് എന്നിട്ട് ഉചിതമായ രീതിയിൽ ചെയ്തോളൂ. അതുകൊണ്ട് എല്ലാ വിചിന്തനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിമർശനങ്ങൾക്കും സ്വാഗതം. നമുക്ക് അർജുന വിഷാദ യോഗത്തെ സംബന്ധിച്ച് ചെറിയ ഒരു എത്തിനോട്ടം നടത്താം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലമാണ്. ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. തലമുതിർന്നവരൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ എന്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് ചിന്തിക്കുകയും കേൾക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാവുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. ആ കാലത്തൊക്കെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു. റിസൾട്ടൊക്കെ 2-3 ദിവസമൊക്കെ എടുക്കും. അപ്പം ഇങ്ങനെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് ആകെ ഉണ്ടായിരുന്ന മാധ്യമം ആകാശവാണിയാണ്. അതിലൂടെ ഇങ്ങനെ കേട്ട് നല്ല രസമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് നന്നായിരിക്കും. ആ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോലെ പിഴച്ചു പോയിട്ടില്ല. ഇപ്രാവശ്യത്തതുപോലെ പിഴച്ചു പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ്
ഇവിടെ രണ്ട് പേർക്ക് മുന്നിലാണ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭ്യമായത്. അതിലൊന്നാമൻ എത്തിച്ചേർന്നു. ഒരു മധ്യാഹ്ന വേളയിലാണ് എന്ന് ഊഹിക്കട്ടെ. എത്തിച്ചേർന്നിടത്ത് ആരെയാണോ കാണേണ്ടത് അയാൾ ഉച്ചമയക്കത്തിലാണ്. ഏതായാലും ഉണരട്ടെ, കാത്തിരിക്കാൻ നിശ്ചയിച്ചുകൊണ്ട് കിടക്കുന്ന ആളുടെ ശിരോഭാഗത്ത് ഈ നാടകം നേരത്തെ സജ്ജമാക്കിയതായിരിക്കണം. അതുകൊണ്ട് ചെയറിട്ടിട്ടുണ്ട്. സിംഹാസന തുല്യമായിട്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ ഒന്നാമൻ വന്നിരുന്നു. രണ്ടാമൻ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും തോന്നുന്നു. ആരാ രണ്ടാമൻ? ഓ, അർജുനൻ. വെരി ഗുഡ്. അർജുനൻ രണ്ടാമൻ എത്തി. നോക്കുമ്പോൾ ഒന്നാമൻ അതാരാ? ദുര്യോധനൻ. ദുര്യോധനൻ നേരത്തെ വന്നിരിക്കുന്നു. കാര്യമൊക്കെ കയ്യിൽ നിന്ന് പോയോ എന്ന് ആശങ്കപ്പെട്ടു. ഏതായാലും ഉറങ്ങാണ്. ആര്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ. ഉണരട്ടെ. പാദാന്തികത്തിലാണ് പാർത്ഥൻ ഇരിപ്പിടം നിശ്ചയിച്ചത്. അവിടെ ഇരുന്നു. ഇത്രയുമായപ്പോൾ മായാമാധവൻ മിഴി തുറന്നു. അർജുനനെ കണ്ട ഉടനെ എന്ന് അഭിനന്ദിച്ചു, സ്വാഗതം ചെയ്തു. അർജുനൻ ആകെ ഒരു സങ്കോചം. കാരണം താൻ രണ്ടാമതാണ് എത്തിയത്. ആദ്യം കണ്ണൻ കാണേണ്ടിയിരുന്നത് ശിരോഭാഗത്തിരിക്കുന്ന ദുര്യോധനെ ആയിരുന്നില്ലേ എന്ന നിലയിൽ കണ്ണുകൊണ്ട് കാണിച്ചിട്ടുണ്ടാവണം. ഏതായാലും ഭഗവാൻ ദുര്യോധൻ്റെ നേരെ തിരിഞ്ഞു. നടന്ന സംഭാഷണത്തിൽ നാടകീയത ധാരാളമായിട്ട് കലർത്താമെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്വാമി അധികം സമയം എടുക്കുന്നില്ല. ഏതായാലും രണ്ടുപേരും കൂടി എന്തേ വന്നു, യുദ്ധമൊക്കെ വേണ്ടാന്ന് വെച്ചുവോ എന്നിങ്ങനെയൊക്കെ കൃഷ്ണൻ പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നാടകീയത കലർത്തി പറയാം. എന്തേ രണ്ടുപേരും കൂടി വന്നു എന്ന ചോദ്യത്തിന് യുദ്ധസന്നാഹത്തിൻ്റെ ഭാഗമായിട്ട് സൈന്യ സമാഹരണ ദൗത്യമായിട്ട് വന്നതാണ് എന്ന് ദുര്യോധനൻ. ഞാനും എന്ന് അർജുനന്. ഭഗവാൻ പറഞ്ഞു, ഞാനാകെ ബുദ്ധിമുട്ടിലായില്ലോ. എനിക്ക് ഇരുവരും പ്രിയങ്കരനാണ്. രണ്ടുപേർക്കും കൂടി ഒരു സൈന്യത്തെ വിഭജിച്ച് നൽകുക എന്നുള്ളത് ടെക്നിക്കലി സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് അത് ശരിയാവില്ല. പിന്നെ എന്തുപായം? ഏതായാലും നാരായണീയ സൈന്യത്തെ ഒരു പക്ഷത്തിന് നൽകാം. ബാക്കിയിപ്പോൾ ഞാനേ ഉള്ളൂ. ഞാൻ ആരുടെ കൂടെയാച്ചാ വേണ്ടത് വരാം. ഏതായാലും ആരാദ്യം ചോദിക്കും എന്നൊരു ചോദ്യം. ഭഗവാൻ തന്നെ അതിന് ഉത്തരം പറഞ്ഞു. ഞാൻ ആദ്യം കണ്ടത് അർജുനനെ ആയതുകൊണ്ട് ദുര്യോധനൻ സ്വാഭാവികമായിട്ട് ഇടപെട്ടുണ്ടാവും. ദുര്യോധനൻ പറഞ്ഞു, ഞാനാണ് ആദ്യം വന്നത്. ആവാം. പക്ഷേ അർജുനൻ ആദ്യം ചോദിക്കട്ടെ എന്നതിന് വേറെ ന്യായമുണ്ട്. ഇളയവൻ അർജുനനാണ്, അതുകൊണ്ടും അവന് അനുവാദം. ആദ്യം കണ്ടു എന്നുള്ളത് കൊണ്ടും ഇളയവനാണ് എന്നുള്ളത് കൊണ്ടും ചോദിച്ചോട്ടെ. ദുര്യോധനന് ഈ സമയത്തുണ്ടായ മാനസികാവസ്ഥയെക്കുറിച്ചും നമുക്ക് നാടകീയത കലർത്തി പറയാം. അർജുനൻ ഭഗവാനെ ധാരാളമായിട്ട് സ്തുതിച്ചു എന്നും പറയാം. ഏതായാലും അത്രയൊന്നും വിസ്തരിച്ച് കൊണ്ടുപോകണില്ല. സ്തുതിച്ചുകൊണ്ട് തന്നെ പാർത്ഥൻ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ കാരുണ്യാതിശയം. രണ്ടാമതൊന്നും എനിക്ക് ആലോചിക്കാനില്ല. ദുര്യോധനൻ സ്വാഭാവികമായിട്ട് ആലോചിച്ചു, യുദ്ധ സന്ദർഭത്തിൽ എന്തേ ചോദിക്കുള്ളൂ?
എത്ര പ്രിയങ്കരനാണെങ്കിലും ശരി. വേറൊരു ക്ലോസ് കൂടി വെച്ചതും എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താ കൃഷ്ണൻ വെച്ച ക്ലോസ്? ആയുധം എടുക്കില്ല. പിന്നെ ഒരാൾ എന്തിന് കൊണ്ടുപോകണം? അതുകൊണ്ട് ദുര്യോധനൻ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും, എത്രയൊക്കെ ബന്ധുത്വവും അതുപോലെ സഖ്യ മൈത്രി ഭാവമൊക്കെ ഉണ്ടെങ്കിലും ശരി, അർജുൻ ഈ ഘട്ടത്തിൽ നാരായണീയ സൈന്യത്തെ വലിച്ചേക്കാം. പക്ഷേ ദുര്യോധനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാർത്ഥൻ പറഞ്ഞു, പ്രഭു, അവിടുത്തെ കാരുണ്യാതിശയം എന്നും ഞങ്ങളോട് പ്രത്യേക പരിഗണന കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സന്ദർഭം ലഭിച്ചതിൽ വളരെ സന്തുഷ്ടിയുണ്ട്. നിരായുധനായ അങ്ങയെ ഞാൻ വരിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ്. ഇവിടെ പാർത്ഥൻ കൃഷ്ണനെ വരിച്ചു. ഇതാണ് നടന്ന തെരഞ്ഞെടുപ്പ്. ഇനി ഇതിൻ്റെ എക്സിറ്റ് പോൾ ഫലം, അത് ഭഗവത്ഗീതയുടെ ചരമശ്ലോകമാണ്, ഒട്ടുക്കത്തെ ശ്ലോകം. എന്താണ് പ്രതിപാദനം? യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാ നീതിർ മതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എങ്ങ് പാർത്ഥൻ ധനുർധാരിയായിട്ടുണ്ടോ, തത്ര അവിടെ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വിജയവും അതുപോലെ ഉറച്ച നീതിയും. ഈ ധ്രുവാനീതി എന്നൊക്കെയുള്ള പ്രയോഗം വളരെ വിചാരം ചെയ്യപ്പെടേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതാണ് എക്സിറ്റ് പോൾ ഫല പ്രഖ്യാപനം. ഇവരിരുവരും യോജിച്ചുല്ലോ, ഇനി ഒന്നും നോക്കണ്ടെന്ന്. ഇവിടെ അർജുനൻ നടത്തിയ തെരഞ്ഞെടുപ്പ് ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാവണം. ഭഗവത്ഗീതയുടെ ബഹുമുഖ സന്ദേശങ്ങൾ സംഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ, അനവധി സന്ദേശങ്ങളുണ്ട്, സംഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ യോഗേശ്വരനായ കൃഷ്ണനെയും അതുപോലെ വില്ലേന്തിയ പാർത്ഥനെയും യോജിപ്പിക്കുക എന്നതാണ് അടിസ്ഥാന സന്ദേശം. ഇവിടെ യോഗേശ്വരനായ കൃഷ്ണൻ വരിഷ്ഠ ദർശനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സമഗ്രമായ ജീവിതത്തിന് ആവശ്യമായ സകല കാഴ്ചപ്പാടുകളുടെയും സംഗ്രഹമാണ് യോഗേശ്വരനായ കൃഷ്ണൻ. ദാർശനികമായ അവബോധം നേടിയാൽ അത് പ്രയോഗത്തിൽ വരുത്തണം എന്നത് പ്രധാനമാണ്. ഇവിടെയാണ് കർമ്മകുശലതയുടെ പ്രതീകമായി വില്ലേന്തിയ പാർത്ഥൻ. ഇങ്ങനെ യോഗേശ്വരനായ കൃഷ്ണൻ, ദി വിഷൻ, വില്ലേന്തിയ പാർത്ഥൻ, ദി മിഷൻ. വിഷൻ ആൻഡ് മിഷൻ, ഇത് രണ്ടും യോജിക്കും. ഇതിന് നിദാനമായതാവട്ടെ അർജുനന് ഏർപ്പെട്ട വിഷാദവും ആവുന്നു. സാമാന്യേന വിഷാദങ്ങളൊക്കെ രോഗമായി ഒരാളെ ദ്രോഹിക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ വിഷാദം ദ്രോഹത്തെ സമ്മാനിക്കുന്നില്ല, വിഷാദം അർജുനനെ ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് ഒരു വൈകാരികമായ പ്രയാസം ഒരാളെ ഹനിക്കുന്നതിന് പകരം, അധപ്പതിപ്പിക്കുന്നതിന് പകരം ഉദ്ധരിക്കാൻ സഹായകമായി എന്ന നിലയിലാണ് യോഗശബ്ദം ചേർത്തിരിക്കുന്നത്. അങ്ങനെ വിഷാദം രോഗമായി നശിപ്പിച്ചില്ല അർജുനനെ, മറിച്ചത് യോഗമായി അനുഗ്രഹിച്ചു.
ഇത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അക്കാര്യമാണ് ലക്ഷ്യമിടേണ്ടത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം വിഷാദ സ്വാധീനം അത് എപ്പോ വേണമെങ്കിലും ഏവരിലും സംഭവിക്കാം. അർജുനനെ കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് അറിവും കഴിവും കുശലതയും ഒക്കെ അർജുനനിൽ വേണ്ടത്രയുണ്ടായിരുന്നു. അങ്ങനെയുള്ള അർജുനനാണ് പക്ഷേ യുദ്ധക്കളത്തിൽ തേർത്തടത്തിൽ പരിതാപകരമായ വിധത്തിൽ പതിച്ചുപോയത്. അതുകൊണ്ട് ഇത് ആർക്കും സംഭവിക്കാം. അക്കാലത്ത് സംഭവിച്ചെങ്കിൽ ഇക്കാലത്ത് സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഈ വിശദാംശത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെയൊക്കെ നമുക്ക് അന്വേഷിച്ച് പോകാൻ വിഷയങ്ങളേറെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വിസ്തരിച്ച് അന്വേഷിക്കാൻ തയ്യാറാവണം. സനാതന സുധ എന്ന പുസ്തകവും വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്നതല്ല, സംഗ്രഹിച്ച് പലതും സൂചിപ്പിക്കുകയാണ്. ലളിതമായി സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അതിനെ വളരെ ആകർഷകമാക്കുന്നു. കൂടുതൽ അന്വേഷണത്തിന് നമ്മളെല്ലാവരും ഉത്സുകരാവണം. അർജുനാവസ്ഥ വിശദീകരിക്കുന്നത് ഭഗവത്ഗീതയെ കാലിക പ്രസക്തിയുള്ളതാക്കി മാറ്റും. ഭഗവത്ഗീത ഏതോ കാലത്ത് ആരോടോ പറഞ്ഞു എന്ന നിലയിൽ അവഗണിക്കേണ്ട ഗ്രന്ഥമല്ല, മറിച്ച് ഇക്കാലത്ത് അത് വളരെയേറെ പ്രസക്തമാണ്. എന്താ കാരണം? അർജുന്റെ അവസ്ഥ പറഞ്ഞല്ലോ, പരിതാപകരമായ രീതിയിൽ തേർത്തടത്തിൽ പതിച്ചുപോയി. അർജുനന് അറിയാത്ത കാര്യമല്ല, താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിൻ്റെ മികവിനെ സംബന്ധിച്ച് വേണ്ടത്ര അസസ്മെന്റ് നടത്തിയിട്ടുണ്ട്. കൂടാതെ 1-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി അത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി പറയാതിരിക്കാൻ വയ്യ. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി മഹാഭാരതം പഠിച്ചിട്ടുള്ളവരെയോ ഭഗവത്ഗീതയെ ആരാധിക്കുന്നവരെയോ ഒന്നുമല്ല ആദ്യകാലങ്ങളിൽ അഭിസംബോധന ചെയ്തത്. ഇതൊന്നായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരോടാണ്. അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കണം എന്നതൊരാവശ്യമായി മാറുന്നു. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി അത് സമർത്ഥമായി നിർവഹിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഒരു എൻട്രി, അർജുനന്റെയും കൃഷ്ണന്റെയും ഒക്കെ ഒരു എൻട്രി ഗുരുദേവ് എങ്ങനെയാ പരിചയപ്പെടുത്തുക? ഹു ഈസ് കൃഷ്ണ? സാദാ ജീപ്പ് ഡ്രൈവർ. Who is Arjuna? The commander-in-chief of Pandava army. പാണ്ഡവ സൈന്യത്തിന്റെ കമാൻഡർ-ഇൻ-ചീഫ്. And he orders. ഇങ്ങനെയാണ് അർജുനന്റെ ആവശ്യത്തെ പരിചയപ്പെടുത്തുക. അർജുനൻ ആവശ്യപ്പെടുകയാണ്. എന്താ ആവശ്യപ്പെടുന്നത്? സേനയോരുഭയോ മധ്യേ. ഓർഡർ കൊടുക്കില്ലേ? അപ്പൊ അതിന്റെ ഒരു ശൈലിയിലായിക്കോട്ടെ. രഥം സ്ഥാപയ. ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ രഥത്തെ കൊണ്ട് നിർത്തിയാലും, ജീപ്പിനെ കൊണ്ട് നിർത്തിയാലും. ചില സ്റ്റേജുകളിൽ ഗുരുദേവ് കൺവെൻഷണൽ ആയിട്ടുള്ള എല്ലാ സമ്പ്രദായത്തെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് കൃഷ്ണ ടേക്സ് ഹിസ് ലാസ്റ്റ് പഫ്. എന്നിട്ട് ചാടി കയറി, ജീപ്പ് കയറി. ഇവിടെ നമ്മൾ കാണേണ്ടത് അർജുനൻ സുസജ്ജനായിട്ടാണ് വന്നത്.
ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേരിനെ കൊണ്ട് നിർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന്റെ പിറകിലുള്ള ഒരു ഇന്റൻഷൻ അർജുനൻ വ്യക്തമാക്കുകയാണ്. എന്താ പറയുന്നത്? കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയ ചികീർഷവഃ. ആരൊക്കെയാണ് എനിക്കെതിരായി ദുര്യോധന പക്ഷപാതിത്വം കൊണ്ട് അണിനിരന്നിരിക്കുന്നത്, അവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ യുദ്ധതന്ത്രങ്ങളെയൊക്കെ ഒന്ന് ആസൂത്രണം ചെയ്യാമെന്ന മട്ടിൽ ഇത്രയൊക്കെ തയ്യാറായി വന്ന പാർത്ഥനാണ് പൊടുന്നനെ അസ്തപ്രജ്ഞനായി വിഷാദത്തിന് വിധേയനായി പോകുന്നത്. അവിടെ വിഷാദത്തെ വിശകലനം ചെയ്യുമ്പോൾ പരാ എന്ന പ്രയോഗമുണ്ട്. അത് പരിഗണിക്കണമെന്ന് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും. കൃപയാ പരയാവിഷ്ട. അവിടെ പരാശബ്ദം പ്രത്യേകം വിചിന്തനം ചെയ്യേണ്ടതാണ്. ഏതായാലും ശരി, ലളിതമായ ദൃഷ്ടിയിൽ അർജുനാകെ കൊളാപ്സ്ഡ്. ഇന്നത്തെ യുവജനാവസ്ഥയെ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഈ വിഷയത്തിൽ ഭംഗിയായി ബന്ധപ്പെടുത്തി പറഞ്ഞുതരും. അങ്ങനെ ആകെ തകർന്നു പോയ അർജുനൻ തന്റെ തകർച്ചയെ എങ്ങനെ യോഗമാക്കി മാറ്റി എന്നതാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുത. സകല പ്രകാരത്തിലും യോഗ്യനായ പാർത്ഥൻ ആർക്കെതിരെയായിട്ടാണ് തന്റെ യുദ്ധം എന്നതിനെ കുറിച്ച് വളരെ ബോധ്യമുള്ള, ഭീഷ്മരെ ആയാലും ശരി, ദ്രോണരെ ആയാലും ശരി, കർണനെ ആയാലും ശരി, ഒക്കെ മോഹനാസ്ത്രം ഉപയോഗിച്ച് മയക്കി കിടത്തിയ അർജുനൻ. അത് അതിന്റെ മുമ്പിലുള്ള ഒരു എപ്പിസോഡാണ്. ഏതായാലും ഇപ്പൊ പക്ഷേ ആകെ തകർന്നു പോകും. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണായുയുത്സും സമുപസ്ഥിതം സീതന്തിമമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. എന്നിങ്ങനെ അർജുൻ തന്റെ ശാരീരികവും മാനസികവും വൈകാരികവും ബൗദ്ധികവുമായിട്ടുള്ള തളർച്ചയെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഈ ഒരു വിഷാദാവസ്ഥ യുവജനതയെ വിശേഷിച്ചും ബാധിക്കുമ്പോൾ എന്തു സംഭവിക്കും? ഇന്ന് മാധ്യമങ്ങൾ, സ്വാമിക്ക് തോന്നുന്നു, ആത്മഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കാത്ത ഒറ്റ ദിവസവുമില്ല. ലഭിച്ച ജന്മത്തിൻ്റെ ഗൗരവവും സാധ്യതയും സാക്ഷാത്കാര അനുഭൂതികളും ഒക്കെ അവഗണിച്ചുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് അവനവനെ ഹനിക്കുക. പലപ്പോഴും വിഷാദത്തിനടിമപ്പെട്ട് ആളുകൾ അവരവരെ ഹനിക്കുന്ന അവസ്ഥയാണ്. ആത്മഹത്യാ പ്രയോഗം ഉപനിഷത്തിലുണ്ട്, പക്ഷെ അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുക. ആത്മാവിനെ അവഗണിക്കുന്നത് ആത്മഹത്യ എന്ന നിലയിലാണ് ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുക. ഇതും അത് തന്നെയാണ് കാര്യം. അവരവരുടെ സ്വത്വത്തിൻ്റെ ആഴവും മഹത്വവും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ്, കടുത്ത ആത്മാ അവഗണനയിൽ നിന്നാണ് ആത്മഹത്യ പോലുള്ള സ്ഥൂല പ്രകടനങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ അർജുനൻ എന്തു ചെയ്തു എന്ന ചോദ്യം തന്നെ ബാധിച്ച വിഷാദത്തെ യോഗമാക്കി മാറ്റാൻ അർജുനൻ എന്തു ചെയ്തു എന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. അർജുനൻ ചില വിഡ്ഢിത്തങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വ തൂഷ്ണീം ബഭൂവ. ഞാൻ യുദ്ധം ചെയ്യുന്നില്ല ഗോവിന്ദ എന്നവരെ മിണ്ടാതിരുന്നു എന്നാണ്. ഭഗവാനാകട്ടെ അർജുനനെ ഉദ്ധരിക്കാൻ തന്നെ നിശ്ചയിക്കുന്നു. ഇത് വളരെ പ്രീ പ്ലാൻഡ്, വെൽ ഓർഗനൈസ്ഡ് അജണ്ടയാണ് കേട്ടോ. അത് 4-ാം അധ്യായത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയാണ്, ഹേ അർജുന, ഞാൻ വളരെ കൺസേൺഡ് ആണ്. പണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ഈ പാഠങ്ങളൊക്കെ ഇല്ലേ,
ഇത് ഞാൻ പണ്ട് സൂര്യന് ഉപദേശിച്ചു കൊടുത്തതായിരുന്നു. സൂര്യൻ അത് ഇക്ഷ്വാകുവിനും മനുവിനും ഒക്കെ ഉപദേശിച്ചു. അങ്ങനെ പരമ്പരാഗതമായിട്ട് വന്നതാ. പക്ഷെ അത് നഷ്ടമായി പോയി. മനുവിനെ ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിനെ ഉപദേശിച്ചു. അങ്ങനെ പരമ്പരാഗതമായി വന്നതാ. സകാലേനേഹ മഹതാ യോഗ നഷ്ടഃ പരന്തപ. അത് കാലപ്പഴക്കം കൊണ്ട് നഷ്ടമായ ഒരു അവസ്ഥയിൽ വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ ഞാൻ തീരുമാനിച്ചത്? ഇനി ഒരാളെ കണ്ടുപിടിച്ച് ഉപദേശിക്കും. വാസ്തവത്തിൽ ഭഗവാൻ അർജുനൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തട്ടെ, എന്നെ സമാശ്രയിക്കട്ടെ, എന്നിട്ട് വേണം എത്രയോ കാലമായി പരമ്പരാഗതമായി ഒഴുകി വന്ന ശാസ്ത്രത്തെ, ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യാൻ എന്ന് തീരുമാനിച്ചിരിക്കുക. ഇതൊന്നും പക്ഷെ അർജുനൻ അറിയുന്നില്ലല്ലോ. അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ഭംഗിയായിട്ട് ഉപദേശിച്ചു കൊടുക്കാൻ, സ്വസ്ഥമായി ഉപദേശിച്ചു കൊടുക്കാൻ. സംബോധാരണ്യം പോലുള്ള സുന്ദര പ്രദേശങ്ങളിലൊക്കെ സൗകര്യമുണ്ട്, പക്ഷെ ചെയ്തില്ല. പിന്നെയോ യുദ്ധകളത്തിലെത്തി വേണ്ട വികാരം ഉണർന്നപ്പോൾ വേണമെങ്കിൽ ഭഗവാന് തേര് തെളിച്ചിട്ട് കർണന്റെ മുന്നിലൊക്കെ കൊണ്ട് നിർത്താമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല ചെയ്തത്. കർണന്റെ മുന്നിലൊക്കെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലനായേനെ അർജുനൻ. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം എന്നിട്ട് പറഞ്ഞ വാക്യവും ശ്രദ്ധേയമാണ്. ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ ഗുരു. പാർത്ഥ എന്നൊരു വിളിയും കൂടി അങ്ങോട്ട് വിളിച്ചു. അതോടുകൂടി അർജുനൻ ആകെ വികാര വിധേയനായി പോയി. ഈ തളർച്ചയെ കൂടുതൽ സങ്കീർണമാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്നിങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കൂടുതൽ സങ്കീർണമായി, കോംപ്ലിക്കേറ്റഡായി. അപ്പോഴാണ് അർജുനൻ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നത്. കാർപണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് സമ്പൂർണ്ണം കൃപണത ബാധിച്ചതുകൊണ്ടേ ശബ്ദമൊക്കെ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതാണ്. എനിക്ക് ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്നൊന്നൊരു വ്യക്തതയില്ല ഭഗവാനെ. അവിടുന്ന് എനിക്ക് ധർമ്മോപദേശത്തെ തന്നാലും ശ്രേയസ്കരമായത് എന്ത് അത് പറഞ്ഞു തന്നാലും എന്ന് പ്രാർത്ഥിക്കും. ഈ ഒരു ഡയലമ ഇത് ഇന്നത്തെ ഒരു വ്യാപകമായ മാനസികാവസ്ഥയാണ്. അർജുനന്റെ വിഷാദം ഇന്ന് പ്രായഭേദമന്യേ പരിസരഭേദമന്യേ പലരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എന്താണ് ഭഗവത്ഗീതയുടെ ഒരു പ്രസക്തി ആലോചിച്ച് നോക്കൂ. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോകമുച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാം അപിചാധിപത്യം. ഭഗവാനെ, ത്രിഭുവനങ്ങളുടെ ആധിപത്യം തൃത്താലത്തിലാക്കി കൊണ്ടുവന്ന് തന്നാലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊളിക്കുന്ന ചൂടിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ അർജുനനെ ശരിയായ പ്രകാരം ഉദ്ധരിക്കാൻ എന്തേ വഴിയുള്ളൂ. ആചാര്യ ഭഗവത്പാദര് പറയുന്നു, ഇങ്ങനൊരു കണ്ടീഷൻ, ഇത് രോഗം വളരെ മൂത്ത അവസ്ഥയിലാണ്. ഈ രോഗാവസ്ഥയിൽ ആത്മജ്ഞാനം അന്തരേണ, ആത്മജ്ഞാനം ഒന്നല്ലാതെ വേറൊരു ഉപായവും ഇല്ല രോഗ നിവാരണത്തിന്. അങ്ങനെയാണ് ഭഗവാൻ ഗീതോപദേശത്തെ ചെയ്യുന്നത്. ഇവിടെ വിഷാദം ബാധിച്ചിട്ടുള്ള എല്ലാവരും, ബാധിക്കാനിരിക്കുന്ന എല്ലാവരും ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കണം. ഭഗവത്ഗീത ഈ പ്രകാരം പല വിധം തളർന്നു പോകുന്നവരെ ശരിയായ അറിവ് നൽകി, ശരിയായ കാഴ്ചപ്പാട് പകർന്നു നൽകി ഉദ്ധരിക്കാൻ സമർത്ഥമായ ദാർശനിക ഗ്രന്ഥമാണ്. അർജുനന്റെ വിഷാദം അർജുനനെ രോഗമായി ബാധിച്ച് ശല്യം ചെയ്തില്ല. പ്രത്യുത അത് യോഗമായി അനുഗ്രഹത്തെ ചൊരിഞ്ഞു ഉദ്ധരിച്ചു.
യോഗം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഏതായാലും ഇവിടെ സങ്കീർണമായ കലുഷിതമായ മാനസികാവസ്ഥകളെയൊക്കെ ശാന്തമാക്കി വ്യക്തിത്വത്തിൻ്റെ ശരിയായ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ അർജുനനെ കരുത്തുറ്റവനാക്കി. ഈ ഒരു അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ വിഷാദ പരിസരങ്ങളെയൊക്കെ യോഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വിഷയത്തിൽ അർജുനൻ നൽകുന്ന മാതൃക എന്താണ്? സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മാതൃക. ഈ സമർപ്പണം നമുക്ക് എന്നും സാധ്യമാണ്. പാർത്ഥന് സാരഥി അറിവുപദേശിച്ച് ഉദ്ധരിക്കാൻ ഉണ്ടായിരുന്നു, എനിക്ക് ആരുമില്ലല്ലോ എന്ന് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഭഗവത്ഗീത നമുക്ക് സുലഭയാണ്. അമ്പത്വാം അനുസന്ധതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി എന്ന് ആശ്രയിച്ചാൽ നിശ്ചയമായും ഭഗവത്ഗീത മാതാവ് നമ്മെ അനുഗ്രഹിക്കും. പറയാൻ ഉദ്ദേശിച്ചത്, പല പ്രകാരത്തിലുള്ള വിഷാദാവസ്ഥകളെ കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കൂ. എല്ലാ വിഷാദാവസ്ഥകളിലും വലിയ സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം ഭഗവത്ഗീത പരിചയപ്പെടാൻ ഉദ്യമിക്കൂ. കുട്ടികൾക്കായാലും ശരി, യുവജനത്തിനായാലും ശരി, ഏത് പ്രായക്കാർക്കും ഭഗവത്ഗീത വലിയ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മാർഗോപദേശം നൽകുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്നാണ് ഈ വേദിയിൽ ആശംസിക്കാൻ ഉദ്ദേശിച്ചത്. ഭഗവത്ഗീതയുടെ സവിശദമായ പഠനത്തിന് എവിടെവിടെ വേദികൾ ലഭിക്കുന്നുവോ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ ഉദ്യമിക്കണം എന്ന് നിർദ്ദേശിച്ചു കൊള്ളട്ടെ. സമ്പത്ത് ഫൗണ്ടേഷൻ കൊല്ലം ആശ്രമ മൈതാനത്തിൻ്റെ വടക്ക് വശത്ത് അവിടെ ഒരു യജ്ഞഭൂമിക ഒരുക്കുന്നുണ്ട്. വിജയദശമി നാളിൻ്റെ പിറ്റേന്ന് തൊട്ട് 41 ദിവസം ഭഗവത്ഗീത 6 വരെയുള്ള അധ്യായങ്ങൾ ചർച്ച ചെയ്യാൻ പോകും. എല്ലാവരെയും ക്ഷണിക്കട്ടെ. വിജയദശമിയുടെ പിറ്റേന്ന് തൊട്ട് ഒക്ടോബർ മാസം 14 തൊട്ട് നവംബർ മാസം 23-ാം തീയതി വരെ 41 ദിവസമായിട്ട് ഭഗവത്ഗീതയുടെ പ്രഥമ ഷട്കം വൈകുന്നേരം 5:30 എല്ലാവരും ഒന്നിക്കുന്നു, 7:30 പിരിഞ്ഞു പോകാം. ആ പ്രകാരം ചിലപ്പോൾ യജ്ഞാനുബന്ധമായിട്ട് എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ആസ്വദിച്ച് പോകാം. ഇങ്ങനൊരു യജ്ഞ പരിപാടി അല്ലെങ്കിൽ ഡിസ്കോഴ്സ് പ്രഭാഷണ പരമ്പര കൊല്ലം നിവാസികൾ സ്വാഗതം ചെയ്യുമെന്ന് വിചാരിക്കട്ടെ. പറയൂ, എല്ലാം കോട്ടയംകാരാണ്. ഓ, ദൂരവിഷയമല്ല, ഇപ്പൊ കോട്ടയത്തു നിന്നും വരാം. 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗീതാജ്ഞാന യജ്ഞ പരമ്പര. അപ്പൊ ഈ വർഷം 6 അധ്യായം, അടുത്ത വർഷം ആവാന്നാണ് അവർ പറയുന്നത്. അടുത്ത വർഷം 6 അധ്യായം. അങ്ങനെ 3 വർഷം കൊണ്ട് 123 ദിവസം കൊണ്ട് ഭഗവത്ഗീത മുഴുവൻ ഓഫ്ലൈൻ, ഓൺലൈൻ കാലത്ത് ഓഫ്ലൈനായിട്ട്